ഇന്ന് നോമ്പായോണ്ട് തന്നെ ഞാൻ വേഗം പലിച്ചക്ക് നീച്ചിക്കണ്. ആദ്യത്തെ നോമ്പായോണ്ട് തന്നെ ഞാൻ പല്ലേച്ച് മുഖം കഴിഞ്ഞ് വേഗം ചോറിന്റെ മുമ്പിലിരുന്നു. കാക്ക പിന്നെ പല്ലേച്ചിക്കണമെന്നൊന്നും അറിയില്ല. ഞാൻ വന്നപ്പോ ചോറിന്റെ മുമ്പിൽ ഇരുന്ന് ഉറങ്ങണ്ടേ, കണ്ടിട്ട് ചോറിന്റെ പറ്റൊക്കെ ഉണ്ട് തോന്നുന്നു. അങ്ങനെ ഞാൻ ചോറൊക്കെ നിന്ന് നോക്കുമ്പോ ചെക്കന് ചെറിയ ജീവനൊക്കെ വന്നിക്കണം. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ നേരെ പോയി കിടന്നു. പിന്നെ രാവിലെ നീച്ചപ്പോഴാണ് ഉമ്മ പറയണ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവരാൻ. ഇല്ലെങ്കിൽ ഇവിടെ ഒന്നും ഉണ്ടാക്കി തരില്ലല്ലോ. അതുകൊണ്ട് എന്റെ പടക്കുതിര എടുത്ത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. നേരെ പോയത് ബീഫ് കടയിലേക്കാണ്. ഒന്നല്ല ആവശ്യമായിക്കോട്ടെ വിചാരിച്ച ഒരു 150 ഉറുപ്പിക്കാണ് വാങ്ങിക്കണം. അങ്ങനെ കുറച്ച് സാധനങ്ങളും വാങ്ങി പെരേക്ക് കൊണ്ടേ കൊടുത്തു. അത് കഴിഞ്ഞ് നേരെ ആശിക്കന്റെ അടുക്ക പോണം. ഈ ചങ്ങായിനൊക്കെ കണ്ടാ അറിയാം നല്ല പത്തിരെ കടിച്ചിരിക്കാണ്. നോമ്പുണ്ടോ? ആ പറഞ്ഞത് സത്യമാണെന്ന് എനിക്കും തോന്നുന്നുണ്ട്. അവിടുന്ന് പിന്നെ നേരെ ഞങ്ങൾ ബിസിനസ് പാർക്ക് പോവാണ്. അവിടെ നിന്ന് ഒരു ഷൂട്ടും ഉണ്ട്. ഓണായിക്കാതെ കുറച്ച് പീക്കിലുകൾ നമുക്ക് ടാറ്റിന് തരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ലൊക്കേഷനിലെത്തി. അത് തന്നെ കാര്യമായിട്ട് വീട്ടിൽ എന്തൊക്കെ പറയണുണ്ട്. അത് കഴിഞ്ഞ് വരുമ്പോഴത്തേന് നോമ്പ് തുറക്കാനായിക്കണേ. അതുകൊണ്ട് പിന്നെ നേരെ ബീച്ചിലേക്ക് വിട്ടു. ഇന്ന് നോമ്പ് തുറക്കണ നമ്മള് ബീച്ചിൽ നിന്നാണ് കേട്ടോ. അടുത്തുള്ള കടയിൽ പോയിട്ട് നോമ്പ് തുറക്കാനുള്ള സാധനം വാങ്ങിയിട്ട് ബീച്ചിൽ നടന്നു. കുറച്ചേരം നിന്നപ്പത്തിന് ബാങ്ക് കൊടുത്തു. പിന്നെ നോമ്പൊക്കെ തുറന്ന് പള്ളിയിൽ പോയി നിസ്കരിച്ചൊക്കെ ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് കല്ലുമക്കായ പരീക്ഷിക്കാൻ പോവാ. അങ്ങനെ അവിടെയുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ പരീക്ഷിച്ചു. ഇവനൊക്കെ തിന്നണേ എവിടേക്കാ പോകണത് തന്നെ എനിക്കറിയില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പെരേക്ക് പോകണം കേട്ടോ. പെരയിലെത്തിയപ്പോഴാണ് കാണുന്നത് രാവിലെ വാങ്ങിയ ബീഫ് കൊണ്ട് സമൂസ ഉണ്ടാക്കി വെച്ചിരിക്കണം. അങ്ങനെ അതും തിന്ന് ഞാൻ പോയി കിടന്നു. അപ്പൊ അടുത്ത വീഡിയോ കാണാൻ ഫോളോ ചെയ്ത് വെച്ചോളി. ബൈ.